ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കോണർ മക്ഗ്രിഗർ വേഴ്സസ് മാക്സ് ഹാലോവേ 2. ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപാണ് അവർ തമ്മിലൊരു മാച്ച് നടക്കുന്നത്. അതിൽ VR ഡിസിഷൻ കോണർ മക്ഗ്രിഗർ വിൻ ചെയ്തു. ആൻഡ് വീണ്ടും ഒരു 13 വർഷത്തിന് ശേഷം ആ ഒരു മാച്ചിന്റെ റീമാച്ച് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാച്ച് നടക്കുമ്പോൾ കോണർ മക്ഗ്രിഗർ ആണോ അല്ലെങ്കിൽ മാക്സ് ഹാലോവേ ആണോ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാനുള്ള സാധ്യത കൂടെയുള്ള വ്യക്തി? ആൻഡ് അതുപോലെ തന്നെ അവരുടെ കരിയർ അനാലിസിസ് അല്ലെങ്കിൽ പാസ്റ്റ് മാച്ചസ് അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഒരുപാട് നീളം കൂട്ടുന്നില്ല, ഈ വീഡിയോ മാക്സിമം ക്രിസ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ കോണർ മക്ഗ്രിഗർ വേഴ്സസ് മാക്സ് ഹാലോവേ 2 ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത് മാക്സ് ഹാലോവേ ആണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയറിൽ തന്നെ ഏകദേശം 11 മാച്ചുകളിൽ അദ്ദേഹം 5th റൗണ്ട് വരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്ററാണ് മാക്സ് ഹാലോവേ. മറിച്ച് കോണർ മക്ഗ്രിഗറിന്റെ കരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒറ്റ മാച്ചിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം 5th റൗണ്ട് വരെ എത്തിയിട്ടുള്ളത്. ആൻഡ് ആ ഒരു മാച്ചിൽ കോണർ വിൻ ചെയ്തു വിയ ഡിസിഷൻ നെയ്റ്റ് ഡിയാസുമായിട്ട്. സോ ഇവിടെയും എക്സ്പീരിയൻസ് കൂടുതൽ മാക്സ് ഹാലോവേക്കാണ്. മാക്സ് ഹാലോവയുടെ ആ ഒരു 11 മാച്ചുകളിൽ 7 മാച്ചിലും അദ്ദേഹം വിൻ ചെയ്തു. 4 മാച്ചുകൾ മാത്രമാണ് മാക്സ് ഹാലോവേ പരാജയപ്പെട്ടത്. 5th റൗണ്ട് വരെ എത്തിയ മാച്ചിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ എക്സ്പീരിയൻസ് കൂടുതൽ മാക്സ് ഹാലോവയ്ക്ക് തന്നെയാണ്. ഇതിലുപരി 2021 ശേഷം 2026 വരെ ഏകദേശം 9 ഫൈറ്റുകൾ മാക്സ് ഹാലോവേ ചെയ്തിട്ടുണ്ട്. കോണർ മക്ഗ്രിഗറിന്റെ കാര്യത്തിൽ 2021 2 മാച്ചുകൾ പരാജയപ്പെട്ടു, ഒരു ഇഞ്ചുറി സംഭവിച്ചു. അതിനുശേഷം 2026 വരെ അദ്ദേഹം ഒരു ഫൈറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെയും വിജയ സാധ്യത കൂടുതലാക്കുന്നത് മാക്സ് ഹാലോവയ്ക്ക് തന്നെയാണ്. ബിക്കോസ് അദ്ദേഹം ഡെയിലി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെയും അവിടെയും വിജയ സാധ്യത കൂടുതൽ മാക്സ് ഹാലോവയ്ക്ക് തന്നെയാണ്. ആൻഡ് കോണർ മക്ഗ്രിഗറിന്റെ കാര്യം പറഞ്ഞല്ലോ, 2 മാച്ചുകൾ തോറ്റു. റീസെന്റ് അദ്ദേഹം ലാസ്റ്റ് ചെയ്തിട്ടുള്ള 2 മാച്ചുകൾ അദ്ദേഹം പരാജയപ്പെട്ടു. അത് രണ്ടും ഡസ്റ്റിൻ പോറിയറുമായിട്ടാണ്. ഈ ഡസ്റ്റിൻ പോറിയറിനെ മാക്സ് ഹാലോവേ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരി ജസ്റ്റിൻ ഗേജി, ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചു, അദ്ദേഹത്തെ മാക്സ് ഹാലോവേ പരാജയപ്പെടുത്തിയിട്ടുണ്ട് വിയ നോക്ക് ഔട്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്, മാക്സ് ഹാലോവേന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു വിജയമാണ് ജസ്റ്റിൻ ഗേജിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സോ അവിടെയും വിജയ സാധ്യതകൾ കൂടുതൽ ഉറപ്പിക്കുന്നത് മാക്സ് ഹാലോവയ്ക്ക് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ 2 റൗണ്ടുകളിൽ മാക്സ് ഹാലോവേ സർവൈവ് ചെയ്താൽ മാത്രമേ മാക്സ് ഹാലോവേ വിൻ ചെയ്യത്തുള്ളൂ. ബിക്കോസ് ആദ്യത്തെ 2 റൗണ്ടുകളിൽ കോണർ മക്ഗ്രിഗർ ഡെഫിനറ്റ്ലി മാക്സ് ഹാലോവയെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബിക്കോസ് കോണറിന്റെ പ്രൊഫഷണൽ കരിയറിൽ അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഓഫ് ദ നോക്ക് ഔട്ട്സും ആദ്യത്തെ 2 റൗണ്ടുകളിലാണ്. സോ ഈ 2 റൗണ്ടുകൾ കഴിഞ്ഞാൽ മാത്രമേ മാക്സ് ഹാലോവയുടെ വിന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റൂ. എസ്പെഷ്യലി 5th റൗണ്ടിലേക്ക് പോയി ഈ ഒരു മാച്ച് നോക്കൗട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലും വിൻ ചെയ്യാനുള്ള സാധ്യത മാക്സ് ഹാലോവയ്ക്ക് കൂടുതലാണ്. പക്ഷേ UFC കോണർ മക്ഗ്രിഗറിനെ ഫേവർ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാനിപ്പോഴും നെയ്റ്റ് ഡിയാസ് വേഴ്സസ് കോണർ മക്ഗ്രിഗർ 2 ആ ഒരു മാച്ചിൽ എനിക്ക് തോന്നിയിട്ടില്ല അത് കോണർ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് കോണർ ഇതൊരു ഫാമിലി ഓറിയന്റഡ് ചാനലാണ്. പ്ലീസ് കെയർഫുൾ അബൌട്ട് യുവർ വേർഡ്സ്. Who the fuck is that guy? സോ കോണർ മക്ഗ്രിഗർ വേഴ്സസ് മാക്സ് ഹാലോവേ 2 നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ മാക്സ് ഹാലോവയ്ക്ക് തന്നെയാണ്. ആൻഡ് കോണർ മക്ഗ്രിഗറിന് ആദ്യത്തെ 2 റൗണ്ടുകൾ അദ്ദേഹം എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പുഷ് ചെയ്യുന്നു എന്നിരിക്കും ആ ഒരു മാച്ചിന്റെ റിസൾട്ട്. സോ ഡെഫിനറ്റ്ലി ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് ഫൈറ്റ്. ജൂലൈയിലാണ് ഈ മാച്ച് നടക്കുന്നത്. എൻ്റെ പ്രഡിക്ഷൻ മാക്സ് ഹാലോവേ വിൻ ചെയ്യും എന്നാണ്. ചാൻസസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ മാക്സ് ഹാലോവേ പറയുന്നത്. ബട്ട് ആസ് എ പേഴ്സൺ, ആസ് എ ഫാൻ ഓഫ് കോണർ മക്ഗ്രിഗർ, എനിക്ക് താല്പര്യം കോണർ ജയിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസും ആൻഡ് പാസ്റ്റ് ഒരു ഹിസ്റ്ററിയും അല്ലെങ്കിൽ അവരുടെ കരിയർ അനാലിസിസും വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കോണർ ജയിക്കുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. ആൻഡ് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.